அப்போ ஃப்ரெண்ட்ஸ் നമ്മൾ പോണത് അണ്ണാ എങ്ങനാ പോறோம் മോർ കുടിക്ക തിരുവാൻമൂർ ബീച്ച് ഫേമസ് മോർ താത്ത. ഓക്കെ, അപ്പൊ அந்த മോർ താത്ത അങ്ങോട്ടാണ് നമ്മളിപ്പോ പോണത്. സോ കടയുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിനെ നവീൻ പറയുന്നുണ്ട് കട இருக்குமான்னு தெரியல. கடை இருக்குமாண்ணா இப்போ? கடை மோஸ்ட்லி இருக்கணும். ஓகே, பட் அவர் சம்டைம்ஸ் பிஸியா இருந்தா வர மாட்டாரு. താത്ത അല്ലേ? ഓക്കെ, അതാണ് താത്ത. മുത്തശ്ശനാണ് സംഭവം. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് അത്ര. നമുക്കെന്നാ പോയി നോക്കാം. ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, എന്നാലും ചുമ്മാ പോയി നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലോഗ് പോസ്റ്റ് ചെയ്യാം. അതാ ഇല്ലടാ ലേഖ്യം അതിന് കിട്ടിയാ പൊളിച്ച് இந்த ബ്ലോഗ് പോസ്റ്റ് பண்ணலாம். ഇല്ലെങ്കിൽ വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്ന മുന്നേ വേറൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മോർത്താത്തിൻ്റെ അടുത്ത് പോയിട്ട് മോരൊക്കെ കുടിക്കുക. കാര്യം നല്ല സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളും പോയി ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അതെങ്ങനെയുണ്ടെന്ന് പറയാം. എന്തായാലും നന്നായിട്ടുണ്ടാവുമായിരിക്കും. ഇല്ലെങ്കിൽ ഇത്ര ആൾക്കാർ പോയില്ലല്ലോ. ചുമ്മാ ഇവിടെ കയറി പോവാങ്ങ. ഓക്കെ ഓക്കെ. അപ്പോൾ കോവിഡ് സമയത്താണ് അത്ര പുള്ളിക്കാരൻ നല്ല രീതിക്ക് ഫേമസ് ആയത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ ഇതാണ് നമ്മുടെ ടീംസ് വരുന്നുണ്ട്. തല്ലുകൂടിയിട്ടൊക്കെയാണ് വരുന്നത്. സോ അത് വരെ ടൈം എടുക്കും ഇവിടെയും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് പണിയിട്ട് ബെൽ ബട്ടനെയും തട്ടിയേക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഇറക്കാം. എவ்வளோ ദൂരം എടുക്കണം അനിയോ? ഒരു 200 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലാണിപ്പോൾ 200 മീറ്റേഴ്സ് ഇനിയും നടക്കാനുണ്ട്. ഇത് ഈസിയർ റോഡ് എന്നാണ്. ഇത് ബീച്ച് പേരെന്നാ? ഇത് തിരുവാൻമൂർ ബീച്ച്. ഓക്കെ, അപ്പോൾ ഈ മോർത്തത്തുള്ള സ്ഥലം വന്നിട്ട് തിരുവാൻമൂർ ബീച്ചിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് ആ ബീച്ചിൻ്റെ എൻട്രൻസിന് അവിടെ നിന്ന് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ ഒരു 300 മീറ്റർ നടന്നു കഴിഞ്ഞാലാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അതിപ്പോൾ അവർ അവിടെ നിന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ടീംസ്. നവീൻ, ജീവേട്ടൻ എല്ലാം കാണുന്ന ഫേസ് തന്നെ. അപ്പോൾ അവർ നടന്ന് വരട്ടെ. ഇനി ഒരു 100 മീറ്ററും കൂടെ നടക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ സ്പെഷ്യാലിറ്റി സുദർശൻ ചേട്ടൻ പറഞ്ഞത് കുറച്ച് ക്ലീൻ ആയിട്ടുണ്ടാവും. കൂടുതൽ തിരക്കുണ്ടാവില്ല. സൺറൈസ് ടൈമിൽ ഇங்கே எல்லாம் உட்காந்து புக் படிப்பாங்க. ஓகே, அப்புறம் அந்த வாக்கிங் அந்த கும்பல்லாம் இங்கே நிறைய போவாங்க. எங்கேயாண்ணா? இந்த சேர்ஸ்லாம் உட்காந்து. ஓகே ஃபைன். தென் லவர்ஸோட பிளேஸ்ன்னு சொல்லுங்கள். நைட் டைம்ஸில் லவர்ஸோட பிளேஸ். ஓ, அப்படி வரீங்க. இப்போ அந்த பக்கம் போயிடாதீங்க. இல்லை இப்போல்லாம் அந்த பக்கம் പോന്നാൽ ശരിയാ இருக்காதுன்னு தெரியும். സോ ഈ ചേരൊക്കെ കണ്ടില്ലേ? സിനിമ ഹൃദയം മൂവിക്കകത്ത് ഈ കുട വെച്ചിരിക്കത്തില്ല ആൾക്കാർ, അതുപോലത്തെ സെറ്റപ്പാണ് തോന്നുന്നുണ്ട് അവിടെ. അപ്പോൾ അതിനങ്ങോട്ട് പോകേണ്ടതാണ് സുദർശൻ ചേട്ടൻ പറഞ്ഞത്. സീനായിരിക്കും. അപ്പം നമുക്കത് വേണ്ട. നമ്മൾക്കിപ്പോൾ ഫോക്കസ് എന്താണ്? മോര് കുടിക്കാൻ പോകണം. സോ അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോവാം. ഇത് ചേട്ടൻ പറഞ്ഞ വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് അറിയോ? ഈ ബാക്കിൽ കണ്ടില്ലേ? ഇത് രാവിലെ ചേട്ടൻ കുറച്ചും മുമ്പ് പറഞ്ഞല്ലോ ബുക്ക് കുറേ ആൾക്കാർ വായിക്കാനിരിക്കുന്നത്. അപ്പോൾ ആ വായിക്കാനിരിക്കുന്നതിന് ആർക്കെങ്കിലും ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ റെൻറ്റ് ബേസിസോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ അങ്ങനെ കുറേ കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അടിപൊളി കേട്ടോ ഈ ബുക്ക് ലവേഴ്സ്. അതന്നെ എന്താണ് സി അല്ല, കടലും കണ്ട് ബീച്ചിലിരുന്ന് ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാം. അപ്പോൾ സൺറൈസിന് വേണ്ടിയിട്ട് വരുന്നവരൊക്കെ വരാനൊക്കെയാണ് ചേട്ടൻ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. രഞ്ജയിച്ചൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കടയൊന്നുമല്ല കേട്ടോ. കടയല്ല, പുള്ളിക്കാരൻ ഇങ്ങനെ കുടം വെച്ചിരിക്കുന്നൊക്കെ ആയിരിക്കാം. സോ നമ്മളിനി നടക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോതാ പറയുന്നത് കേട്ടോ. 350 മീറ്റർ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1/2 കിലോമീറ്റർ നടന്നു ചേട്ടാ. 1/2 കിലോമീറ്റർ നടത്തി ഒരു ഗ്ലാസ് മോര് കുടിക്കാനൊക്കെ ഇവളോ ഇതാ. അതെ, ചേട്ടൻ പറയേണ്ട 200 മീറ്ററേ വന്നിട്ടുള്ളത്. കാര്യം ആളുടെ കയ്യിൽ ഇപ്പം സ്മാർട്ട് വാച്ച് വെച്ച് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ സ്മാർട്ട് വാച്ച് ഉണ്ടെന്ന്. ഓ, ടർഫ് ഉണ്ട്. പക്ഷേ ടർഫിൻ്റെ ടൈമിങ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇവിടെ പോയി കയറി ക്രിക്കറ്റ് കളിക്കായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്നതിന് എത്ര ദൂരം നടക്കണമെന്ന് അറിയില്ല. ബട്ട് ലൈക്ക് walking beside the sea is awesome. It's cool. അതുപോലെ തന്നെ മുത്തശ്ശനില്ല തോന്നുന്നുണ്ട് കേട്ടാ. നമ്മൾ നടക്കണ്ട്. പുള്ളിക്കാരൻ ഉണ്ടാവുന്ന സ്പോട്ടാണ് അത്ര ഇത് ബാക്കിൽ. അപ്പോൾ പുള്ളിക്കാരനില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇല്ലാത്തത് കൊണ്ട് ഇനി വേറെന്തൊക്കെയോ സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. വ്ളോഗിൽ വലിയ കാര്യത്തിൽ ഞാൻ വിചാരിച്ചുകൊണ്ട് വന്നതാണ്. കാര്യമില്ല. കോൺ ആർക്കെല്ലാം വേണോ? വൈബ്സ് കോൺ വേണുമാ? ചേച്ചി കോൺ വേണ്ടേ? വേണ്ട. ചേച്ചി
വാങ്ങിച്ചോ. എത്ര രൂപ പറഞ്ഞു നമ്മള്? 5. എനിക്ക് സെപ്പറേറ്റ് കേട്ടോ. നീ എൻ്റെ കുറച്ച് തന്നാൽ മതി. ചോളം കഴിച്ചോ. രണ്ടുപേര് പോകുന്നത് കണ്ടിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞായിരുന്നേ, പക്ഷേ കാര്യമില്ല. ഇവിടെ നമ്മൾ മോര് താക്കണ അന്വേഷിച്ച് വന്നതാണ്. പുള്ളിക്കാരനെ ഇനിയും കണ്ടു കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ബാക്കിൽ കുറെ തിന്നാനൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ടും കൂടെ നടക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവിടെ പാരഡൈസ് പോപ്കോൺ പറഞ്ഞ അങ്ങോട്ടൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. താത്ത നഹി ഹെ ഐ തിങ്ക് സോ. കവി ചേച്ചി എന്ത് പറ്റി? അയ്യോ. അപ്പം ഫ്രണ്ട്സ്, വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇത്രയും വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യണമല്ലോ. ஏன்னா இவ்வளவும் கஷ்டப்பட்டு நடந்து வீடியோ எடுத்ததுக்காக நம்ம போஸ்ட் பண்ணி தான் ஆகணும். சரி, வீடியோ பிடிச்சிருந்தா லைக்கு, ஷேரு, சப்ஸ்கிரைபு, பெல் ஐக்கன். ഓക്കെ, അவ்வளോதான். നെക്സ്റ്റ് വീഡിയോ വരെ ടാറ്റ. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോഴെങ്കിലും ഈ പുള്ളിക്കാരൻ വരുമെന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ ഇവിടെ അടുത്തുള്ള കടകളൊക്കെ ഉണ്ട്. ഈ കടകളിലെ വില കടയും വാങ്ങിച്ച് കുറച്ച് കടലും കണ്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ. പക്ഷെ ഇവിടെ വരുമ്പോണ്ടായിരുന്ന പ്ലാൻ ആക്ച്വലി നമുക്ക് എന്താ പറയുക, പുള്ളിക്കാരൻ്റെ അവിടെ പോയി മോര് പിടിച്ചിട്ട് ആ ഒരു സംഭവം വീഡിയോ ചെയ്യാനായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വേറെ വഴിയില്ല. ഇനിയിപ്പോൾ ഈ ബീച്ചിൻ്റെ വീഡിയോ ആയിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാം. അടുത്ത തവണ വരുമ്പം പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ. அவ்வளோதான். புடி